ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. മഹാരാജ വിജയ് സേതുപതിയുടെ പുതിയ സിനിമയാണ് മഹാരാജ. നിതിൽ സ്വാമിനാഥനാണ് പടത്തിന് ഡയറക്ടർ. ആ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കത് റിയാക്ട് ചെയ്യാം. ബാ, ലെറ്റ്സ് വാച്ച്. என் பேர் மகாராஜா சார். கேட்கல சலூன் கடை வச்சிருக்கேன் சார். வீட்டில் இந்த லட்சுமி திருடு போச்சு. எஃப்ஐஆர் போடலாம் வந்தேன் சார். எஃப்ஐஆர் போட வந்தியா? ஏன் கேஸ் நீயே விசாரணை பண்ணி முடியாதானே? எத்தனை சார் வரும் சார்? நகையெல்லாம் இல்லை சார். பணமா? பணமும் இல்லை சார். டாக்குமெண்ட்ஸ் சீக்வன்ஸ் அப்படிலாம் எதுவும் இல்லை சார். அது என்ன லட்சுமி கேஸு? உன் பொண்ணும் இல்லை, பொண்டாட்டியும் இல்லை, அக்கா தங்கச்சி இல்லைன்ற. அப்போ லட்சுமின்றது யாரியா? சார் லட்சுமி சார். லட்சுமி சார். லட்சுமியா? சாப்பிட்டலன்னு வச்சுக்க, தலை தனியாக போயிடும். தயவு செஞ்சு என் லட்சுமியை கண்டுபிடிச்சி கொடுத்துருங்க சார். இல்லைன்னா நான் இந்த வீட்டில் ஏதோ ஒன்று பெருசாக நடந்திருக்கு. இந்த பையன் நம்ம அதை வாங்கிக்கிறேன் சார். ഓ, വിജയ് സേതുപതി 50ാമത്തെ സിനിമയാണ്. കൊള്ളാം, നല്ല ട്രെയിലർ. എന്തോ ഭയങ്കര ഡാർക്കിലാണ്, പക്ഷെ നല്ല ട്രെയിലറാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് എവിടേക്കോ ഒരു മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ട്രെയിലറിലൊന്നും ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷൻ വരുന്ന രീതിയിൽ ഒന്നും ചെയ്തു വെക്കാൻ പാടില്ല എന്നാണ് പറയാറ്. പക്ഷേ ഇതിലെനിക്ക് ഓവർ എക്സ്പെക്റ്റ് ചെയ്യാൻ അങ്ങനെ ഒന്നും മാറ്റർ ഒന്നും കാണുന്നില്ല. അതെന്നെ ലക്ഷ്മി കേസ്? உன் பொண்ணும் இல்லை, பொண்டாட்டியும் இல்லை, அக்கா தங்கச்சி இல்லைன்ற. அப்போ லட்சுமின்றது யாரியா? മൊത്തം ഒരു പോലീസ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതൊക്കെ ആയിട്ടാണ് വിജയ് സേതുപതിയുടെ കുറച്ച് പരിപാടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. ആൻഡ് വിജയ് സേതുപതിയുടെ ലുക്ക് വരെ കുറച്ച് ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഈ ട്രെയിലർ, ഇതിന്റെ ഡയറക്ടർ ഞാൻ ഇതിനിപ്പോൾ കേട്ടില്ല. ആരാണ് പുള്ളി? 2017 കുരങ്ങു ബൊമ്മൈ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് പുള്ളി ചെയ്തത്. പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ് അത്. അത് കഴിഞ്ഞ് 2017 ശേഷം 2024 ചെയ്യുന്ന സിനിമയാണ് മഹാരാജ. ഓ, ഇറ്റ്സ് ലോങ് ഗ്യാപ്പ്. എനിവേ പുള്ളി അത്ര നാൾ ഈ കഥ എഴുതുമായിരുന്നു. എനിവേ കൊള്ളാം. ആൻഡ് ഈ കഥയിൽ നമുക്ക് പരിചയമുള്ള തമിഴ് സിനിമ കാണുന്നവർക്ക് പരിചയമുള്ള ഫേസുകളാണ് ഈ പടത്തിനകത്ത് മൊത്തം വന്നു പോകുന്നത്. எஃப்ஐஆர் போட வந்தியா? അതെന്നെ ലക്ഷ്മി? அக்கா தங்கச்சி இல்லைன்ற. அப்போ சாப்பிட்டலன்னு வச்சுக்க, தலை தனியாக. എനിവേ ദാറ്റ്സ് ഗുഡ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് കൂടുതൽ പറയാനില്ല. എന്തായാലും ഈ പടം റിലീസ് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റിയാൽ തീർച്ചയായും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ റിവ്യൂ ഞാൻ ഇതിലൂടെ പറയുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ദിസ് ഇസ് മൈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാ മഹാരാജാക്കും ബൈ ബൈ.